ഓയ് കുമ്പാരിമാരെ, ഇന്നത്തെ നമ്മുടെ പരിപാടി പട്ടണത്താണ്. എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് കുമ്പാരി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തിനാണെന്ന്. ഏറ്റവും അടുത്ത കൂട്ടുകാരെ വിളിക്കുന്ന വിളിയാണ് നമ്മുടെ നാട്ടിലെ രീതി, കുമ്പാരി എന്ന്. അവിടെ എത്തിയപ്പോൾ തന്നെ കല്യാണ തിരക്കാണ്, വള്ളങ്ങളുടെ ലഹള. നമ്മൾ പോയ പാടെ അടിപൊളി കേരച്ചൊരു ഒന്നും നോക്കിയില്ല, 5 എണ്ണം ഇങ്ങ് പൊക്കിയെടുത്തു. 5 എണ്ണത്തിൽ 3 എണ്ണം ഞാനാ പൊക്കിയത്. ഒരെണ്ണത്തിന് 5 കിലോ വെയിറ്റ് ഉണ്ട്. 15 കിലോ പൊക്കി അവിടെ എത്താൻ ഞാൻ കുറെ പാടുപെട്ടു. ഒരു കിളിക്കൂട്ടം പിറക്കി ഇട്ടതുപോലെ അവര് നമ്മളങ്ങ് എടുത്തു. കാരണം നമുക്കും ഭയങ്കര ഇഷ്ടമാണ്, നമ്മുടെ കസ്റ്റമർക്കും അതിനേക്കാൾ ഇഷ്ടമാണ്. കഴിഞ്ഞ വട്ടം 2-3 വാള മോശമായിരുന്നു, അതുകൊണ്ട് ഈ പ്രാവശ്യം ഓരോന്നും ചെക്ക് ചെയ്താണ് എടുത്തത്. പിന്നെ ഒരു തിരണ്ടി വന്ന് ഞാനും ഒരു അണ്ണനും കൂടെ മത്സരം വെച്ച് വിളിച്ചു. അവസാനം വരെ വിളിച്ചിട്ട് ആ അണ്ണ എനിക്ക് തന്നില്ല. നമ്മൾ ഈ മീനിനെ വലിയ വിളമീൻ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെ ഈ മീൻ എന്താ പറയുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഈ പൈന്തി, ഇത് കട്ട് ചെയ്യുന്ന കാണാൻ തന്നെ ഒരു സ്റ്റൈലാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് നോക്കി നിൽക്കാൻ. കാരണം കട്ട് ചെയ്യുന്നവർക്കറിയാം, അതിന്റെ ഒരു സ്റ്റൈലാണ് അത് കാണാൻ തന്നെ. ഹമൂർ പോലത്തെ ഒരു മീന് പറ്റും, പക്ഷെ അതല്ല. അത് നെമ്മീന് ലേലങ്ങളിൽ നമുക്ക് കിട്ടാറില്ല, കാരണം പലപ്പോഴും നല്ല വിലയ്ക്കാണ് പോകുന്നത്. ഇന്നത്തെ മീന് നല്ല പച്ച മീനായിരുന്നു, അതുകൊണ്ട് ഞാൻ വിടാൻ തയ്യാറല്ലായിരുന്നു. ഇത് നമ്മുടെ പേജ് ഫോളോ ചെയ്യുന്ന ഒരു കുട്ടി മത്സ്യത്തൊഴിലാളി. ഇവനാണ് ഇന്നത്തെ ഹൈലൈറ്റ്. തറയിൽ കിടന്ന് നിലവിളിച്ചവനെ ഞാൻ മോഹവില കൊടുത്ത് കയ്യിലെടുത്തു. ഐസ് പെട്ടിയിൽ ഇടുമ്പോഴും ഒരു സങ്കടം ഉണ്ടായിരുന്നു, പക്ഷെ പൈസ കൊടുത്ത് മേടിച്ചത് കൊണ്ട് ഞാനതങ്ങ് മറന്നു. പിന്നെ നമ്മുടെ പതിവ് ചടങ്ങ്, എന്റെ പുട്ടടി. നല്ല അടിപൊളി ഇടിയപ്പവും ബീഫ് ഫ്രൈയും. നാട്ടിലെത്താൻ 1.5 മണിക്കൂർ ഓട്ടം ഉണ്ട്. ഇതിന്റെ ഇടയിൽ ഓട്ടോയുടെ ബാക്കിൽ നിന്ന് ഫുഡടിക്കാൻ നല്ല സുഖമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ ഒരു മടിയും കാണിക്കല്ലേ കുമ്പാരിമാരെ.